Welcome to Stussy TV, revision podcast series for your CAB exam. Today's topic is contract of bailment. നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ബെയിൽമെൻറ്റിൻ്റെ കോർ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ അതിൻ്റെ 6 എസെൻഷ്യൽ ഫീച്ചേഴ്സ്. അതിനുശേഷം ബെയിലറിൻ്റെയും ബെയിലിയുടെയും ഡ്യൂട്ടീസ്, അതായത് കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കും. അവസാനം ബെയിലിയുടെ ഒരു പ്രധാനപ്പെട്ട അവകാശമായ റൈറ്റ് ഓഫ് ലിയനിനെക്കുറിച്ചും സംസാരിക്കും. ഈ ഒരു ഓർഡറിൽ പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയറായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ബെയിൽമെൻറ്റ്, ദ കോർ കൺസെപ്റ്റ്. ഇതിൻ്റെ നിയമപരമായ അടിത്തറ വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 148 നിന്നാണ്. ഈ സെക്ഷൻ നമ്പർ ഓർത്തുവെക്കുന്നത് എക്സാമിന് നിങ്ങൾക്കൊരു എഡ്ജ് തരും, തീർച്ച. അപ്പോൾ എന്താണ് ഈ ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ? സെക്ഷൻ 148 പറയുന്നത് ഇതാണ്: അയാളെ നമ്മൾ ബെയിലർ എന്ന് വിളിക്കും, മറ്റൊരാൾക്ക് അയാളെ ബെയിലി എന്നും വിളിക്കും. ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി, അതായത് ഒരു പേർപ്പസിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൈമാറുന്നു. ആവശ്യം കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ഒന്നുകിൽ തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ ബെയിലർ പറയുന്നതനുസരിച്ച് മറ്റെന്തെങ്കിലും ചെയ്യണം. സിമ്പിളായി പറഞ്ഞാൽ കൊടുക്കുന്ന ആള് ബെയിലർ, അത് സ്വീകരിക്കുന്ന ആള് ബെയിലി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണ്: ബെയിൽമെൻറ്റും സെയിലും തമ്മിലുള്ള വ്യത്യാസം. ബെയിൽമെൻറ്റിലെ സാധനത്തിൻ്റെ പൊസഷൻ, അതായത് കൈവശ അവകാശം മാത്രമേ മാറുന്നുള്ളൂ. അതിൻ്റെ ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥാവകാശം എപ്പോഴും ബെയിലറിന് തന്നെയായിരിക്കും. പക്ഷേ ഒരു സെയിൽ നടക്കുമ്പോൾ അങ്ങനെയല്ല. പൊസഷനും ഓണർഷിപ്പും രണ്ടും വാങ്ങുന്നയാൾക്ക് കിട്ടും. ഈ ഒരു വ്യത്യാസം മനസ്സിലുറപ്പിച്ചോളും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഒരു ബെയിൽമെൻറ്റ് കോൺട്രാക്റ്റ് നിയമപരമായി ശരിയാവണമെങ്കിൽ, അതായത് വാലിഡ് ആവണമെങ്കിൽ 6 കാര്യങ്ങൾ നിർബന്ധമായും വേണം. അതിനെയാണ് നമ്മൾ ദ 6 എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത്, ഒരു കോൺട്രാക്റ്റ് വേണം. രണ്ടാമത്, സാധനങ്ങൾ ഡെലിവറി ചെയ്തിരിക്കണം. പിന്നെ വെറും ഡെലിവറി പോരാ, അതിൻ്റെ കൺട്രോൾ, അതായത് പൊസഷൻ കൈമാറണം. നാലാമതായി, ഒരു പ്രത്യേക പേർപ്പസ് ഉണ്ടായിരിക്കണം, ചുമ്മാ കൊടുക്കുന്നതല്ല. അഞ്ചാമത്തേത്, ആ പേർപ്പസ് കഴിഞ്ഞാൽ സാധനം റിട്ടേൺ ചെയ്യണം. ആറാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ്, ഓണർഷിപ്പ് കൈമാറുന്നില്ല എന്നത് തന്നെയാണ്. ഇവയെല്ലാം ചേർന്നാൽ മാത്രമേ അതൊരു വാലിഡ് ബെയിൽമെന്റ് ആവുകയുള്ളൂ. ശരി, അപ്പോൾ അടുത്തത് ബെയിലറിനും ബെയിലിക്കുമുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇതൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ലല്ലോ. രണ്ടുപേർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലേ? ഓരോരുത്തർക്കും എന്തൊക്കെയാണ് നിയമപരമായ ബാധ്യതകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ബെയിലറിൻ്റെ ഡ്യൂട്ടി നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. കൊടുക്കുന്ന സാധനത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, അതായത് ഫോൾസ് ഉണ്ടെങ്കിൽ, അത് ബെയിലിയോട് തുറന്നു പറഞ്ഞിരിക്കണം. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ പൈസ വാങ്ങാതെ വെറുതെ കൊടുക്കുന്നതാണോ അതോ വാടകയ്ക്ക് കൊടുക്കുന്നതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഉത്തരവാദിത്തത്തിൻ്റെ ആഴം. ഈ ഒരു കേസ് എക്സാമ്പിൾ നോക്കിയാൽ സംഭവം ക്ലിയറാവും. എ എന്ന് പറയുന്ന ആള് ബിയുടെ കയ്യിൽ നിന്നൊരു വണ്ടി വാടകയ്ക്ക് എടുക്കുന്നു. പക്ഷെ വണ്ടിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് കാരണം എയ്ക്ക് അപകടം പറ്റി. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിക്ക് ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു, എന്നാലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു. എന്താ കാരണം? സിമ്പിൾ, ഇതൊരു ബെയിൽമെന്റ് ഫോർ ഹയർ ആണ്. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ സാധനം സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ബെയിലറിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പം ബെയിലറിന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി ബെയിലിയുടെ ഡ്യൂട്ടി എന്താണ്? നിയമം വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ സ്വന്തം സാധനങ്ങൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതേപോലൊരു ശ്രദ്ധയോടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ബുദ്ധിയുള്ള ആൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്, അതേ ശ്രദ്ധയോടെ ബെയിലി മറ്റൊരാളുടെ സാധനവും നോക്കണം. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് റീസണബിൾ കെയർ എന്ന് വിളിക്കുന്നത്. ഇനി ബെയിലി ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അൺഓതറൈസ്ഡ് യൂസ്. അതായത് പറഞ്ഞ കാര്യത്തിനല്ലാതെ വേറൊന്നിനും ആ സാധനം ഉപയോഗിക്കാൻ പാടില്ല. ഈ ക്ലാസിക് എക്സാമ്പിൾ നോക്കൂ. എ ഒരു കുതിരയെ വാടകയ്ക്കെടുത്തു, ലോണാവിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പുള്ളി നേരെ വിട്ടത് കണ്ടാലിലേക്കാണ്. ഇത് കോൺട്രാക്ട് ലംഘനമാണ്. അതുകൊണ്ട് വഴിക്ക് വെച്ച കുതിരയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എയ്ക്കായിരിക്കും. കാരണം പറഞ്ഞ റൂട്ടിലല്ല പോയത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ഇഫക്ട്സ് ഓഫ് മിക്സിംഗ് ഗുഡ്സ്. അതായത് ബെയിലയുടെ കയ്യിലിരിക്കുന്ന സാധനവും അയാളുടെ സ്വന്തം സാധനവും തമ്മിൽ മിക്സ് ആയാൽ എന്ത് സംഭവിക്കും? ഇവിടെ 3 സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, ബെയിലറിൻ്റെ സമ്മതത്തോടെയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, ആ മിശ്രിതത്തിൽ രണ്ടുപേർക്കും അവരവരുടെ ഷെയർ അനുസരിച്ച് അവകാശമുണ്ടാവും. 2, സമ്മതമില്ലാതെയാണ് മിക്സ് ചെയ്തത്, പക്ഷേ അത് വേർതിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആ വേർതിരിക്കാനുള്ള ചെലവ് മുഴുവൻ ബെയിലി വഹിക്കണം. 3ാമത്തെ സിനാരിയോ ആണ് ഏറ്റവും പ്രശ്നം. സമ്മതമില്ലാതെ മിക്സ് ചെയ്തു, അത് വേർതിരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ വന്നാൽ ബെയിലറിൻ്റെ സാധനങ്ങളുടെ മൊത്തം നഷ്ടത്തിനും ബെയിലി നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാകും. ബാലിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ്.
സിമ്പിളാണ്. എന്തിനാണോ സാധനം വാങ്ങിയത് ആ കാര്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ സമയം കഴിയുമ്പോൾ അത് തിരികെ കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭമോ വർധനവോ അതായത് ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ചേർത്താണ് തിരികെ കൊടുക്കേണ്ടത്. ഓർക്കുക, കറക്റ്റ് സമയത്ത് തിരികെ കൊടുത്തില്ലെങ്കിൽ പിന്നെ വരുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ബെയിലി തന്നെയായിരിക്കും ഉത്തരവാദി. ഈ ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് എന്ന പോയിന്റ് മനസ്സിലാക്കാൻ ഈ എക്സാമ്പിൾ ധാരാളം. എ തന്റെ പശുവിനെ ബിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിക്കുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ പശു ഒരു കിടാവിനെ പ്രസവിച്ചു. ഇപ്പോ ബി തിരികെ കൊടുക്കേണ്ടത് പശുവിനെ മാത്രമാണോ? അല്ല, പശുവിനെയും അതിന്റെ കിടാവിനെയും കൊടുക്കണം. കാരണം ആ കിടാവിനെയാണ് നമ്മൾ ഇൻക്രീസ് എന്ന് പറയുന്നത്. ക്ലിയറല്ലേ? ഇതുവരെ നമ്മൾ ഡ്യൂട്ടീസ്, അതായത് കടമകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ബെയിലിയുടെ ഒരു പവർഫുൾ റൈറ്റിനെക്കുറിച്ച് നോക്കാം. അതാണ് റൈറ്റ് ഓഫ് ലിയൻ. സിമ്പിളായി പറഞ്ഞാൽ, തനിക്ക് കിട്ടാനുള്ള കാശ് കിട്ടുന്നതുവരെ ആ സാധനം പിടിച്ചുവെക്കാനുള്ള ഒരു അവകാശമാണ് ലിയൻ. ഈ ലിയൻ എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമാക്കാം. നമ്മളൊരു തുണി തയ്ക്കാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. തയ്യൽക്കാരൻ അത് തയ്ച്ചു കഴിഞ്ഞു. നമ്മൾ തയ്യൽക്കൂലി കൊടുക്കുന്നില്ലെങ്കിൽ ആ ഷർട്ട് നമുക്ക് തരാതെ പിടിച്ചുവെക്കാൻ അയാൾക്ക് നിയമപരമായി അവകാശമുണ്ട്. ആ അവകാശമാണ് ലിയൻ. അതായത് ചെയ്ത സർവീസിന്റെ പണം കിട്ടുന്നതുവരെ ആ വസ്തുവിനെ കൈവശം വെക്കാനുള്ള അവകാശം. ഇത് ബെയിലിക്ക് കിട്ടുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷനാണ്. ഇനി ലിയനിൽ തന്നെ 2 ടൈപ്പുണ്ട്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർട്ടിക്കുലർ ലിയനും ജനറൽ ലിയനും. നമ്മൾ നേരത്തെ പറഞ്ഞ തയ്യൽക്കാരൻ്റെ കേസ് ഒരു പർട്ടിക്കുലർ ലിയനാണ്. അതായത് ഏത് ഷട്ടിലാണോ പണി ചെയ്തത് ആ ഷട്ട് മാത്രമേ പിടിച്ചുവെക്കാൻ പറ്റൂ. എന്നാൽ ജനറൽ ലിയൻ കുറച്ചുകൂടി പവർഫുള്ളാണ്. ഒരു ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ടിനു വേണ്ടി കസ്റ്റഡിയിലുള്ള ഏത് സാധനവും പിടിച്ചുവെക്കാം. അതാണ് വ്യത്യാസം. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ജനറൽ ലിയൻ എന്ന പവർഫുൾ റൈറ്റ് ഉള്ളത്? നിയമം ഇത് എല്ലാവർക്കും കൊടുക്കുന്നില്ല. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ചു പേർക്കേ ഉള്ളൂ. ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, ഹൈക്കോർട്ട് അറ്റോർണീസ്, പിന്നെ പോളിസി ബ്രോക്കേഴ്സ്. ഇവിടെ നിങ്ങൾ ബാങ്കേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കേഴ്സ് ഹാവ് എ ജനറൽ ലിയൻ. അതായത് ഒരു കസ്റ്റമറുടെ ഒരു ലോൺ ഡീഫോൾട്ട് ആയാൽ അയാളുടെ മറ്റേതെങ്കിലും സെക്യൂരിറ്റീസ് ബാങ്കിന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അത് പിടിച്ചുവെക്കാൻ ബാങ്കിന് സാധിക്കും. ഇതൊരു വലിയ അവകാശമാണ്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെന്റിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. പോകുന്നതിനു മുമ്പ് നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ്. ഒരു ബാങ്കർ എന്ന നിലയിൽ ഈ റൈറ്റ്സും ഡ്യൂട്ടീസുമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ കസ്റ്റഡിയിലുള്ള വസ്തുക്കളെ, അതായത് ലോക്കറിലുള്ള സാധനങ്ങളെയും മറ്റ് സെക്യൂരിറ്റികളെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് ഈ ടോപ്പിക്ക് കൂടുതൽ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കും. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.